ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മീൻ കഴിക്കാൻ ഒരു കൊതിയെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏട്ടനെ വിളിച്ചിട്ട് നേരെ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ് മാർക്കറ്റിലോട്ട്. ഇന്ന് ഏട്ടന് ഈവനും ഡ്യൂട്ടി ഉണ്ട്, ഓഫിൻ്റെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കാതെ ഇന്ന് തന്നെ ഏട്ടനെ വിളിച്ച് മാർക്കറ്റിലോട്ട് പോവാണ്. ഒത്തിരി ദിവസമായി ഏട്ടോ മീനൊക്കെ കഴിച്ചിട്ട്. നാട്ടിൽ പോയിട്ടോ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ലല്ലോ, നമുക്കിവിടെ എന്നും മീൻ കിട്ടാറില്ല. ഇതുപോലെ ഓഫുള്ള ദിവസം അതുപോലെ ഈവനിങ് ഉള്ള ദിവസമൊക്കെ ഞങ്ങൾ രാവിലെ പോയി മേടിക്കാറാണ് പതിവ്. അധിക ദൂരമൊന്നുമില്ല കേട്ടോ മാർക്കറ്റിലോട്ട്, ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അങ്ങനെ മാർക്കറ്റിൽ ഞങ്ങൾ മീൻ നോക്കുകയാണ്. നാട്ടിലെ മീൻ അത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ചൂരി അതുപോലെ നൊത്തോലി മത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും ഇവിടുത്തെ മീനുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ചെമ്മീൻ ഉണ്ടായിരുന്നു, ചെമ്മീനും ഞണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ച ചൂരയാണ്. അങ്ങനെ ചൂര മേടിച്ചിട്ട് നേരെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയേ. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് മീനൊക്കെ കട്ട് ചെയ്ത് മേടിക്കുകയാണ്. ഈ മീൻ കട്ട് ചെയ്യുന്ന കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമാണ് ഇതിങ്ങനെ കട്ട് ചെയ്യണ കണ്ടുകൊണ്ട് നിൽക്കാൻ. അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേട്ടത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ അവിടെ ഐസ് നിർമ്മിക്കുന്നത് കണ്ട്, ഒരു ചെറിയ ഫാക്ടറി പോലെ. അതായത് ഇവരുടെ മാർക്കറ്റിന് ആവശ്യമുള്ള ഐസ് എല്ലാം ഇവർ തന്നെ നിർമ്മിക്കുന്നതാണ്. അത് പൊട്ടിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അങ്ങനെ മീനൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഇതുപോലത്തെ ബോക്സസിനകത്ത് ജീവനുള്ള മീനും കിടക്കുന്ന കണ്ടത്. ഏട്ടൻ പറഞ്ഞത് ഇതും ഇവിടെ വിൽക്കാൻ ഇട്ടിരിക്കുന്നതാണ്, നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ അവരപ്പം തന്നെ അതിനെ കൊന്ന് കട്ട് ചെയ്ത് തരുവേ. അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണേ.